ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാറീബർട്ട് ആരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. സോ നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, സ്മൂത്ത് ഗോയിങ് ആയിക്കോട്ടെ, എന്ത് സിറ്റുവേഷനുള്ളവർക്കും ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത് എന്നത്. സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം, അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ, സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകും. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റിക്കിൾ, സൺ കാർഡ്, ഹാങ്ഡ് മാൻ, സ്ട്രെൻത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, ഫൂൾ കാർഡ്, കിങ് ഓഫ് കപ്സ്, അതേപോലെ തന്നെ ഹെറോഫൻ വന്നിട്ടുണ്ട്. 3 ഓഫ് വാൺസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ആ പേഴ്സണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ചിലരുടെ കേസിലൊരു നോ കോണ്ടാക്റ്റ് സെപ്പറേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. കൂടുതൽ പേരുടെയും കാര്യത്തിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ അതും കൂടി വെച്ചിട്ട് റീഡിംഗ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾ എന്താണ്, അതെല്ലാം വെച്ചിട്ട് പേഴ്സണൽ റീഡിംഗ് ചെയ്യാം. ഓക്കെ, സോ കറൻ്റ്ലി ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട് എന്നതാണ് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ ഇപ്പോഴും ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. വീണ്ടും കാണണം, നേരിട്ട് സംസാരിക്കണം എന്നുള്ളൊരാഗ്രഹം ഈ പേഴ്സണെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നു. ഫസ്റ്റിൽ തന്നെ നമ്മൾക്ക് ക്യൂൻ ഓഫ് പെൻറ്റിക്കിളും അതേപോലെ തന്നെ 3 ഓഫ് പെൻറ്റിക്കിളുമാണ് കിട്ടിയിട്ടുള്ളത്. കറൻ്റ്ലി ആ ഒരു പേഴ്സൺ കരിയർ ഫോക്കസ്ഡ് ആണ്. ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ജോലി ഇല്ലെങ്കിൽ പുതിയൊരു ജോലിക്കോ, ഇപ്പോൾ പ്രൊമോഷനോ കാര്യങ്ങളോ, പുതിയൊരു ബിസിനസ്സോ, അടുത്തൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളൊരു തോന്നലോ, ജോലിയിൽ ഒരു മാറ്റമോ ആൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാകണം. ക്യാഷോ, വീടോ, വാഹനമോ, അങ്ങനെയുള്ള കുറച്ച് അസറ്റ് ഉണ്ടാക്കണമെന്ന് ഈ പേഴ്സന് ചിന്തയുണ്ട്. ഓക്കെ, സോ ഒരു സേവിങ്സ് ഒക്കെ വേണം എന്നുള്ളൊരാഗ്രഹം ഈ പേഴ്സന് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഉണ്ട് എന്നതാണ് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളും ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളടുത്ത് വീണ്ടും സംസാരിക്കണം, നേരിട്ട് കാണണം എന്നുള്ളൊരാഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണമെന്നും ആഗ്രഹിക്കുന്നു. നിങ്ങളടുത്ത് സംസാരിക്കുമ്പോഴോ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴോ ഈ പേഴ്സണ് ഭയങ്കര സമാധാനം ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഈ വ്യക്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ഇവിടെ ഈ പേഴ്സൺ ചീറ്റ് ചെയ്യുന്നതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതേസമയം നിങ്ങളടുത്ത് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ടും സ്പൈ ചെയ്യുന്നതായിട്ടും, നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും, നിങ്ങളുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനും, നിങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാനും, വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു സ്ട്രോങ് സ്പിരിച്വൽ വെയിലൊക്കെ വരാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫസ്റ്റ് പൈലിൽ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങൾക്കത് മാനിഫേസ്റ്റ് ചെയ്ത് മാറ്റിയെടുത്തുകൊണ്ട് വരാൻ സാധിക്കും. ഇപ്പോൾ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു കോൾ മെസ്സേജൊക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് മാനിഫേസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അത് അട്രാക്റ്റ് ആവുകയും ചെയ്യും. പ്രത്യേകിച്ചും അടുത്ത 3 മാസമൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഫ്യൂച്ചർ തന്നെയാണ്, ഒരുമിച്ചുള്ളൊരു ഫ്യൂച്ചർ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ മിസ് ചെയ്യുന്നതും ഈ വ്യക്തി തന്നെയാണ്. ഓക്കെ,
സോ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇത്രയും ഇഷ്ടമുണ്ടായിട്ടും എന്തുകൊണ്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല, വരുന്നില്ല നോ കോണ്ടാക്റ്റിലുള്ളവരാണെങ്കിൽ. സോ അതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ വരാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ഒരു സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ് പല സിറ്റുവേഷൻ കാരണം. അതെല്ലാം ശരിയായാൽ മാത്രമായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സണ് വരാനും ഒരുമിച്ച് നിൽക്കാനും ഒരു ആക്ഷൻ എടുക്കാനും ഈ പേഴ്സണ് സാധിക്കുകയുള്ളൂ. മേ ബി ജോബ് റിലേറ്റഡ് കാര്യങ്ങൾ, ജോബ് കളഞ്ഞിട്ട് വരാനോ അല്ലെങ്കിൽ ആളൊന്ന് സ്റ്റേബിൾ ആകേണ്ടതായിട്ടുണ്ട്, ക്യാഷ് വേസ് കാര്യത്തിലായിക്കോട്ടെ ഒന്ന് സ്റ്റേബിൾ ആകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് വരാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് മാത്രമേ ആൾക്ക് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുകയുണ്ടായിരിക്കുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ആൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും പ്രാർത്ഥിക്കാം, വെയിറ്റ് ചെയ്യാം. കൂടുതലും ഒരു അമ്പലം, പള്ളി, അതേപോലെ നിങ്ങൾക്ക് എവിടെയാണോ പോകാൻ ഇഷ്ടം, അങ്ങനെ ഏത് സ്ഥലത്താണോ പോകാൻ ഇഷ്ടം അവിടെയെല്ലാം ട്രാവൽ ചെയ്യാം. ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടുതൽ എവിടെ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടും, സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ ഈ പേഴ്സണെന്ന് മാത്രം ആലോചിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കരുത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷനൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര വിഷമിച്ചിരിക്കേണ്ടതായിട്ടില്ല. മാക്സിമം നിങ്ങളെ പോസിറ്റീവാക്കി വെക്കുക. ഈ ഒരു പേഴ്സൺ മാത്രമല്ല നിങ്ങളുടെ ചുറ്റിനുമുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ തന്നെ ഉണ്ടല്ലേ. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസോ ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ അവിടെയാണ് നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് കാര്യങ്ങൾ, നിങ്ങളുടെ മാറ്റത്തിലാണ് ഈ പേഴ്സൺ വീണ്ടും തിരിച്ചു വരാൻ പോകുന്നത്. നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടെലിപ്പതി വർക്കാവുന്നുണ്ട്. ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ പോലും ആ ഒരു ടെലിപ്പതി വർക്കാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു എനർജി, വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനിലൂടെ, സ്വപ്നത്തിലൂടെ ഒക്കെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ കാണിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട്, ഒരു കോമൺ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ജോലി സ്ഥലത്തെ ആരെങ്കിലുമോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഈ പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴും മറന്നിട്ടില്ല, ഇനിയും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ കോണ്ടാക്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങൾക്കിതൊരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന നല്ലൊരു കണക്ഷനായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. മേ ബി എൻഗേജ്മെൻറ്റ്, മാരേജ്, ഒരു ബേബി, നല്ലൊരു ഫാമിലി ലൈഫ്, ഒരു ആക്ഷൻ എടുക്കുന്ന രീതിയിൽ തന്നെ വരുന്നുണ്ട് ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്നും. സോ ഹാപ്പി ആയിട്ടിരിക്കുക. സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ അത്രയും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് ഉടനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു സെപ്പറേഷനൊക്കെ വന്നിട്ടുള്ളവർക്കാണ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക. അവിടെയും ചീറ്റിംഗ് ഇല്ല, ഈ പേഴ്സൺ വരും. റീകൺസിലേഷൻ സംഭവിക്കാനുള്ളൊരു ചാൻസ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് പൈലൊരു 70% ആൾക്കാർക്കും കാണിക്കുന്നുണ്ട്. ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആളുടെ സിറ്റുവേഷൻ കാരണം മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയോ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ കാരണം മേ ബി നിങ്ങളുമാകാം മാറി നിൽക്കുന്നത്. ഓക്കെ, സോ സിറ്റുവേഷൻ ഇവിടെ എല്ലാം ഓക്കെ ആകട്ടെ. എന്താണോ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് അത് മാറിക്കിട്ടട്ടെ. ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ടും ഇപ്പോൾ അവൈലബിൾ ആണ്, ആൻഡ് റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഏസ് ഓഫ് വാൻസ്, ഫൂൾ കാർഡ്, 5 ഓഫ് വാൻസ്, സ്റ്റാർ കാർഡ്, ഡെവിൾ കാർഡ്, സ്ട്രെൻത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്സ് ആൻഡ് ചാരിയറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടുള്ളത് ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ പേഴ്സണ് നിങ്ങളടുത്ത് ഒരു പാഷൻ ഉണ്ട്, ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ട്, ഡീപ്പ് കണക്ഷൻ തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളടുത്ത് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ എപ്പോഴും എന്തുകൊണ്ട് ഓർമ്മയിൽ വരുന്നു എന്ന് ഈ പേഴ്സണ് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നോ കോണ്ടാക്ട്, സ്മൂത്ത് ഗോയിങ് എല്ലാം തന്നെ. ചിലർ നോ കോണ്ടാക്റ്റ് ആണ്, ചിലർ നല്ലൊരു സ്മൂത്ത് ഗോയിങ് കണക്ഷനിൽ പോകുന്നുണ്ട്, ചിലർക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടാത്തവരും ഈ ഒരു സെക്കൻഡ് പൈലുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൻ്റെ അടുത്ത് ഈ പേഴ്സണ്
വളരെയധികം ഒരു അറ്റാച്ച്മെൻറ്റും ഡീപ്പ് കണക്ഷനും തോന്നിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പല വഴക്കുകളും വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓരോ കാർഡ്സും ക്ലിയറാണ്. ഏസ് ഓഫ് വാൺസ് ആൻഡ് 5 ഓഫ് വാൺസ് ആണ്. അത്രയും വാക്കുതർക്കം ഉണ്ടായിട്ടും നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഇഷ്ടമുണ്ട്. നിങ്ങൾക്കും അതേപോലെ തന്നെ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടായിട്ടും ഇവിടെ ഡെവിൾ കാർഡും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിക്ടിമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടും ഒരുപാട് വഴക്കും വാക്കുതർക്കങ്ങളും ഉണ്ടായിട്ടും സ്റ്റിൽ ആ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകാൻ സാധിക്കുന്നില്ല എന്നതാണ്. ആൻഡ് ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടു പേർക്കും ഇവിടെ ഒരേപോലെ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഈ കണക്ഷൻ ഇങ്ങനെ വരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേഴ്സണെ പരിചയപ്പെട്ടു, മുന്നോട്ടേക്ക് എന്തായി തീരും, നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം ഒരുമിച്ചൊരു റീകൺസിലേഷൻ റീയൂണിയൻ നടന്ന് എന്നും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്, വട്ടെവർ. സോ ഇപ്പോഴും കൺഫ്യൂസ്ഡാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് രണ്ടുപേർക്കും ആ ഒരു കൺഫ്യൂഷൻ ഒരേപോലെ നിലനിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആ പേഴ്സണ് നിങ്ങളുമായിട്ട് ട്രാവൽ ചെയ്യണം എന്നുണ്ട്. മേ ബി ലോങ് ഡിസ്റ്റൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ പേഴ്സണ് ഒരുപാട് ട്രാവൽ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അത് നിങ്ങളുടെ കൂടെ ആയാൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് ആ പേഴ്സൺ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഈ പേഴ്സൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഫസ്റ്റ് പൈൽ പോലെ തന്നെ മേ ബി ഫസ്റ്റ് പൈൽ കാണുന്നവർ ഈ ഒരു സെക്കൻഡ് പൈലും കാണുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് സിമിലാരിറ്റി സിമിലറായിട്ട് വരാൻ ഉള്ളൊരു ചാൻസ് അപ്പോൾ കൂടുന്നത്. ഓക്കെ, ഇവിടെയും സ്റ്റാർ കാർഡും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ ഉയർച്ചയിലും ഈ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട്. ഈ പേഴ്സണ് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ജോലിയിലോ എന്ത് കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പോസിറ്റീവ് കാര്യങ്ങൾ നടന്നാലും ഈ പേഴ്സൺ ഒരുപാട് സന്തോഷവും സമാധാനവും അതിൽ ലഭിക്കുന്നുണ്ട്. സോ പുറത്ത് ഒരുപാട് പ്രകടിപ്പിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാണ്. ഉള്ളിൽ ഒരുപാട് ഇഷ്ടം വെച്ച് പുറത്ത് പ്രകടിപ്പിക്കാത്ത ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തിയുടെ. ആൻഡ് 9 ഓഫ് കപ്സും 4 ഓഫ് കപ്സും ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയൊരു മെസ്സേജ് അയക്കുകയോ കോളിയോ ചെയ്താൽ ആ പേഴ്സൺ ഒന്നും തന്നെ അനങ്ങാത്തൊരു സിറ്റുവേഷൻ വരെയും ഉണ്ടാകാം. സോ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മേ ബി അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലായിരിക്കാം നിങ്ങൾക്ക് തന്നെ പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ട്. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഈ വ്യക്തിക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ട്, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. സിറ്റുവേഷൻ കാരണം മാറി നിൽക്കുന്നതാണ്. ഫസ്റ്റ് പൈൽ പോലെ തന്നെ സിറ്റുവേഷൻ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലിയോ ജോബോ കാര്യങ്ങളോ ലോങ് ഡിസ്റ്റൻസും ആളുടെ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കാം. സോ അതെല്ലാം കാരണം മാറി നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥയായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി മെസ്സേജ് അയച്ചാലോ റിപ്ലൈ തരാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോ കോണ്ടാക്റ്റിലുള്ളവരും ഉണ്ട് ഇവിടെ. നിങ്ങൾ കുറച്ച് സമയം അനുവദിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ചിലരുടെ കേസിൽ നിങ്ങൾ തന്നെ വിക്ടിമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു അഡിക്ഷൻ പോലെയുണ്ട്. അത് മാറ്റിയെടുക്കണം. ഓക്കെ, അത് മാറ്റിയെടുക്കണം. അത്രയും ഒരു അഡിക്ഷൻ ഒരു പേഴ്സണിലും നമ്മൾക്ക് പാടില്ല. അതിപ്പോൾ ആരായിക്കോട്ടെ, നമ്മൾ നമ്മളെ തന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടാനായിട്ട് പഠിക്കണം. ഓക്കെ, ഇവിടെ അതായത് നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയില്ലേ, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡെവിൾ കാർഡിൽ. നിങ്ങൾ വിക്ടിമായിക്കൊണ്ടിരിക്കുന്നു. ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, മുന്നോട്ടേക്കും ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ കറക്റ്റ് ടൈമിൽ ചെയ്യാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ ഉണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാം, സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഒരു അഡിക്ഷൻ എന്ന രീതി മാറാൻ പാടില്ല. ഇവിടെ ഈ പേഴ്സണിന് കുറച്ചൊരു സ്ട്രെങ്ത് കുറവുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും ആൾ ഒരു ആക്ഷൻ എടുത്ത് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇട്ടാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി മിണ്ടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആളായിട്ട് ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് കുറച്ച് സമയമെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡ് നമ്മൾക്ക് 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ കൂടെ തന്നെ ഒരു സ്റ്റേബിൾ ലൈഫാണ് കറൻ്റ്ലി ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ അതെങ്ങനെ എപ്പോൾ
സംഭവിക്കുമെന്ന് ഈ പേഴ്സണും സംഭവിച്ചാൽ തന്നെ മുന്നോട്ടേക്ക് എന്തായി തീരുമെന്നതും ഈ പേഴ്സണ് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇനിയും വീണ്ടും റീകൺസിലേഷൻ റീയൂണിയൻ നടന്നാലും അത് ശരിയാകുമോ എന്നുള്ളൊരു സംശയവും കാര്യങ്ങളും നിലനിൽക്കുന്നു. ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ എനർജി തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ മാനിഫേസ്റ്റ് ചെയ്യുക, ഫുൾ മൂൺ ഡേയിൽ മാനിഫേസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ നിങ്ങൾ വിക്റ്റിമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്, അത് മാറ്റിയെടുക്കണം. ചിലരാവട്ടെ ഇവിടെ വളരെ പോസിറ്റീവായിട്ട് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയും മൂവ് ഓൺ ചെയ്യാം ഒരു റിലേഷൻഷിപ്പിൽ നിന്നും. ഓക്കെ, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതവിടെ വെച്ചിട്ട് നിർത്തുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അല്ലാതെ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതിനോട് അർത്ഥമില്ല അല്ലേ. അങ്ങനെ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സോ അങ്ങനെ മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ എന്തായിക്കോട്ടെ, നിങ്ങളുടെ തീരുമാനം, അതിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുക. രണ്ടു പേർക്കും ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. എന്താകും ഇതിൻ്റെ ഫ്യൂച്ചർ എന്നാലോചിച്ച് ആ പേഴ്സൺ ഒരുപാട് കാര്യത്തിൽ സ്റ്റക്കാണ്. എന്നാലും നിങ്ങളെപ്പറ്റി തിരക്കുന്നൊരവസ്ഥയും മിസ് ചെയ്യുന്നൊരവസ്ഥയും നിങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നൊരവസ്ഥയും, എന്നാൽ നിങ്ങളുടെ അടുത്ത് നേരിട്ട് ചോദിക്കത്തതുമില്ല. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.